ആരാധകരെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമാണ്. ഫേസ്ബുക്കിൽ ഞാനല്ല സജീവം, ഞാനത് ആ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒരിക്കൽ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതെന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല. അവിടെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ എഴുതപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നതോ പോസ്റ്റ് ചെയ്യുന്നതോ അല്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ www.facebook.com/പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ ഒരു ഒഫീഷ്യൽ ഫാൻ കമ്മ്യൂണിറ്റിയാണ്. അത് ഞാനുമായി നിരന്തരം കോൺടാക്റ്റ് ഉള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ്. ഒരു കാര്യം, അവിടെ കാണുന്ന ഇൻഫർമേഷൻ, അവർ പോസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഓതന്റിക് ആയിരിക്കും. കാരണം അത് ഞാനുമായി നേരിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് എന്നെ വിളിച്ചു ചോദിച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഒഫീഷ്യൽ ഫാൻ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഞാൻ അല്ല. അത് എന്നാലും അവർ പോസ്റ്റ് ചെയ്യുന്നത് താങ്കൾ ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഞാനൊരു കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പേഴ്സണൽ ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു അവർക്ക് അവിടെ ഇടാൻ വേണ്ടി. ആൻഡ് ഇൻഫാക്ട് അത് ഈ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ്. അതും അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഫാൻസ് സംഘടനയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ പൃഥ്വിരാജ്? അവരിൽ വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ, ഈ സംഘടനാ പ്രവർത്തനം, ആ ഫാൻസ് താങ്കളുടെ സിനിമ വിജയിപ്പിക്കാൻ, അങ്ങനെ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ സംഘടനയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാൻസ് അസോസിയേഷൻ വിചാരിച്ചാലും ഒരു നല്ല സിനിമയെ മോശമാക്കാനോ ഒരു മോശം സിനിമയെ നല്ലതാക്കാനോ ഒന്നും പറ്റില്ല. ഒരു ഓടേണ്ട സിനിമയെ ഓടിക്കാതിരിക്കാനോ ഒരു ഓടണ്ടാത്തൊരു സിനിമയെ ഹിറ്റാക്കാനോ ഒന്നും ഒരു ഫാൻസ് അസോസിയേഷൻ വിചാരിച്ചാലും പറ്റില്ല. അതിനൊക്കെ ജനറൽ പ്രേക്ഷകരാണ് ആ വിധിയൊക്കെ എഴുതുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അവരോടുള്ളൊരു ബഹുമാനം എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ സൃഷ്ടിച്ചതല്ല. ഞാനായിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ അസോസിയേഷൻ, അങ്ങനെ സ്വയം രൂപം കൊണ്ട ഒരു ചെറിയ സംഘടനയെ തുടങ്ങി പിന്നീട് അതിലേക്ക് കൂടുതൽ ആൾക്കാർ വന്ന് ചേർന്നിട്ട് അങ്ങനെയാണ് എന്റെ പേരിലുള്ള ഈ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കേരളത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ ചെയ്യുന്ന ചില വെൽഫെയർ പ്രവർത്തനങ്ങളുണ്ട്. ഇത് മിക്കതും പബ്ലിസൈസ് ചെയ്യുന്നതിനോട് ശക്തമായ എതിർപ്പുള്ള ആളാണ് ഞാൻ. അപ്പൊ അത് മിക്കപ്പോഴും ഞാൻ അവർ മുഖാന്തരമാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും എങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവരാണ് എൻ്റെ അടുത്ത് വന്ന് പറയുക, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കത് ചെയ്താലോ എന്ന് അവരാണ് എൻ്റെ അടുത്ത് പറയുക. അപ്പൊ അതിന് പണം മുടക്കുക എന്ന് പറയുന്ന ഏറ്റവും എളുപ്പമുള്ള ജോലി മാത്രമാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. ബാക്കി ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ അവരാ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അവരുടെ നിലനിൽപ്പിന് ഒരു സതുദ്ദേശമുണ്ട്. അപ്പോൾ എനിക്ക് അതേ ഉള്ളൂ. അവരോടുള്ളൊരു ബഹുമാനവും അവരോടുള്ളൊരു സ്നേഹവും ഏറ്റവും കൂടുതൽ അതാണ്. എന്റെ സിനിമകൾ റിലീസ് ആകുമ്പോൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകുന്നു, അവർ തോരണം കെട്ടുന്നു എന്നൊക്കെ പറയുന്നത്, അതൊന്നുമില്ലെങ്കിലും എനിക്കിപ്പോൾ ഉള്ള സ്നേഹം അവരോട് ഇതുപോലെ തന്നെ ഉണ്ട്.